ഹലോ. അപ്പോൾ ഗോകർണത്തു നിന്ന് ഞങ്ങൾ ഇറങ്ങിയത് ഒരു 2:30-3 മണിയൊക്കെ ആവാറായി കേട്ടോ. ഇറങ്ങിയപ്പം നല്ല തിരക്കുണ്ടായിരുന്നേ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ അടുത്തത് ഗോവയിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഗോവ ചെക്ക് പോസ്റ്റൊക്കെ ആയി. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ഭഗവാന്റെ അവിടെ അടുത്ത് തന്നെ ശ്രീരാമസ്വാമിയുടെ ഒരു വലിയൊരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇറങ്ങി കാണാമെന്ന് വെച്ച് ഞങ്ങളെല്ലാവരും ഇറങ്ങി. അവിടെ പണി നടക്കുന്നേ ഉള്ളായിരുന്നു. അതുകൊണ്ട് അധികം ആൾക്കാരൊന്നും അവിടെ വന്നിട്ടില്ല. ഈ പണി തീർന്നു കഴിഞ്ഞിട്ടൊക്കെ ഉള്ളൂ എല്ലാവരെയും അവിടെ കയറ്റുന്നത്. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ട് അവർ പിറ്റേ ആഴ്ച അത് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ പണി തീർന്നതിന് ശേഷമേ ആളെ കയറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നാലും ഞങ്ങൾ അതിന് മുന്നേ പോയതുകൊണ്ട് അത് ഭഗവാനെ അടുത്ത് നിന്ന് കാണാൻ പറ്റി. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ബിർള മന്ദിർ അല്ലെങ്കിൽ രാധാകൃഷ്ണ മന്ദിർ ലോട്ടാണ് പോയത്. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് നല്ല ആ ഒരു സന്ധ്യാസമയമായതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ലൈറ്റ് വെട്ടമൊക്കെ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് അവിടെ താഴെ ഫുള്ള് മാർബിളാട്ടോ. മാർബിൾ ലൈറ്റും എല്ലാം. അപ്പോൾ പകൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. കാര്യം വെയിലത്ത് ആ മാർബിളിന് നല്ല ചൂടായിട്ട് കിടക്കുമല്ലേ. അപ്പോൾ അതിലൊന്നും ചവിട്ടാനേ പറ്റത്തില്ലായിരിക്കും. രാത്രി ആയതുകൊണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട്. ലൈറ്റ് വെട്ടവും ദൂരെ നിന്ന് കാണുമ്പോഴേ നല്ല രസമുണ്ട് കേട്ടോ. ലൈറ്റ് വെട്ടമൊക്കെ കിടക്കുന്നതുകൊണ്ട്. തൊട്ടപ്പുറത്ത് തന്നെയാണെന്ന് തോന്നുന്നു എയർപോർട്ട്. അതുകൊണ്ട് ഏത് സമയവും ഞങ്ങൾ ചെന്നാർക്ക് ഒരു 4-5 ഫ്ലൈറ്റെങ്കിലും ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ അമ്പലത്തിൽ പ്രതിഷ്ഠ എന്ന് പറയുന്നത് തിരുപ്പതി ഭഗവാന്റെ കേട്ടോ. തിരുപ്പതി ഭഗവാന്റെ പ്രതിഷ്ഠയാണ്. അപ്പം ആദ്യം അവിടെ കേട്ടോ കയറി കണ്ടത്. അകത്ത് ഫുള്ള് മാർബിളിനകത്ത് നമ്മൾ ഒരുപാട് അവർ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട്. എല്ലാം കൊത്തി വച്ചേക്കുന്ന കണ്ട എന്തോ രസമാണെന്നറിയുമോ. നല്ല ഭംഗിയുണ്ട്. അങ്ങനെ അതെല്ലാം കയറി കണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് ആ വലിയ അവിടെയാണ് നമ്മുടെ രാധയും കൃഷ്ണനും പിന്നെ ഗണപതി ഭഗവാനുണ്ട്, ഹനുമാനുണ്ട്. അങ്ങനെ ഒത്തിരി എവിടെയും എല്ലാം മൊത്തത്തിലെല്ലാം മാർബിൾ വെച്ചിട്ടുള്ള കാര്യങ്ങളാട്ടോ. മേളിലായാലും എല്ലാം താമരയുടെ ആകൃതിയിലൊക്കെ ഓരോന്നും കൊത്തുപണികളെല്ലാം ചെയ്ത് വെച്ചേക്കുന്ന എല്ലാം മാർബിളിനകത്താണ്. നമ്മുടെ താജ്മഹൽ പോലെ അത് ഫുള്ള് നമുക്ക് തൊടുമ്പോഴൊക്കെ നല്ല തണുപ്പുമാണ്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ തൊഴുതിറങ്ങി. അത് വെളിയിലോട്ടുള്ള വ്യൂ ആട്ടോ. വെളിയിൽ ഇങ്ങനെ ഞാൻ എടുക്കുക. നല്ല വ്യൂ ഉണ്ട്, നല്ല രസമുണ്ട്. ദൂരെ നിന്ന് എടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ ഭംഗി. നല്ല ഗോൾഡൻ കളറിൽ നിൽക്കും. നല്ല രസമാണ്. അടുത്ത് വരുമ്പോൾ ലൈറ്റ് അടുത്തായിട്ട് വരുന്നതുകൊണ്ട് കാണാൻ എന്നാലും കുറച്ചും കൂടെ ഭംഗി. കുറച്ചും കൂടെ ദൂരെ നിന്ന് എടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇത് പണിഞ്ഞേക്കുന്നത് ബിർള ഗ്രൂപ്പില്ലേ, അവരാണ് പണിഞ്ഞേക്കുന്നതായിട്ട്. അതുകൊണ്ട് അവരുടെ രണ്ടുപേരുടെയും സ്റ്റാച്ചു ഒക്കെ കണ്ടിട്ട് തൊട്ട് വെളിയിൽ തന്നെ ഒരു കുളത്തിനകത്ത് കുറച്ച് ഗാർഡനൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ നേരെ അവിടെ സ്റ്റേ ചെയ്യാനായിട്ടാണ് പോയത് കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷമായിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.